ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ നൂഡിലാണ്. അതായത് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ഏത് സമയവും കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ചിക്കൻ നൂഡിലിൻ്റെ റെസിപ്പിയാണ് നിങ്ങളോട് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ മറക്കരുത്. നിങ്ങളുടെ നല്ല സപ്പോർട്ട്, കട്ട സപ്പോർട്ട് എനിക്കിപ്പോഴുണ്ട്. അതിന് നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ ഈ നൂഡിൽസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ചിക്കൻ നൂഡിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുട്ട വേണം, ചിക്കൻ ഉപ്പ് കുരുമുളക് ഒക്കെ ഇട്ട് വേവിച്ച് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചത്, സ്പ്രിംഗ് ഓണിയൻ വേണം, കുറച്ച് ഗാർലിക് വേണം, ക്യാപ്സിക്കൻ 2 കളറിലെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും ഫുള്ളായിട്ട് എടുക്കുന്നില്ല, ഹാഫ് പോർഷനേ എടുക്കുന്നുള്ളൂ. കളറിന് വേണ്ടിയാണ്. നമ്മുടെ കയ്യിൽ ഗ്രീൻ കളറേ ഉള്ളെങ്കിൽ അതും മതി കേട്ടോ, ഒന്നും നിർബന്ധമല്ല. പിന്നെ ഇത് പെപ്പർ പൗഡർ, വൈറ്റ് പെപ്പർ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മതി, കുഴപ്പമില്ല. സോയാ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ നൂഡിൽസ് പ്ലെയിന് ഇവിടെ റെഡിയാണ്. അതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കണം. ഇത് ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നില്ല, ഇത് 450 ഗ്രാമിൻ്റെതാണ്. ഞാൻ ഇതിൻ്റെ പകുതിയെ എടുക്കുന്നുള്ളൂ, എൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് ഇതാ ഞാൻ ഇതുപോലെ ഒരു ഇത് എടുക്കുന്നുള്ളൂ. ബോയിൽ ചെയ്യണം നമുക്ക്. വെള്ളം ആദ്യം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അതിനകത്ത് ഉപ്പും ഓയിലും ഒക്കെ ഇട്ടിട്ട് വേണം. ഞാൻ വെള്ളം ഇവിടെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കത് ഒട്ടിയൊന്നും ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കാൻ. വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ നൂഡിൽസ് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം നന്നായിട്ടുണ്ടാവണേ, എന്നാലേ നൂഡിൽസൊക്കെ റെഡിയായി വരത്തുള്ളൂ. ഞാൻ മുറിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ തന്നെ അങ്ങിടുക ചെയ്തത്. നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റുകയാണേ. അതിനുള്ള പാത്രവും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ആ വെള്ളം ഒന്ന് മാറണം. ഞാൻ അതിന് ശേഷം ഒന്ന് കഴുകുകയും കൂടെ ചെയ്യുക തണുത്ത വെള്ളത്തിൽ. കാരണം ഞാനിത് പാക്കറ്റ് പൊട്ടിച്ച അങ്ങനെ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തത് കൊണ്ട് ഞാൻ ഇതൊന്ന് കഴുകിയും കൂടെ എടുക്കുന്നുണ്ട്. ഞാനൊന്ന് തണുത്ത വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയും കൂടെ എടുക്കണം. അപ്പോൾ അതിൻ്റെ ഒട്ടലൊന്നും ഇല്ലാതെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഞാൻ ടാപ്പിൻ്റെ കീഴെ തന്നെ വെച്ച് വെള്ളം ഒഴിച്ചങ്ങ് കഴുകിയെടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യാം. ഞാനൊരു ചെറിയ ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ, അത് കാണിച്ചില്ലായിരുന്നേ. ഇതും ഒന്ന് പീൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ അതായത് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ റൂട്ട് പാർട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അത് ആദ്യം ഞാൻ ഓയിലിലേക്ക് ഇട്ടൊന്ന് സോട്ട് ചെയ്യും. അപ്പോൾ അത് കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. അതും ഗാർലിക്കും കൂടിയാണ് ആദ്യം ഞാൻ സോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് ആദ്യം എടുത്ത് മാറ്റി വയ്ക്കണം. ബാക്കി നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണേ. ക്യാരറ്റും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ക്യാപ്സിക്കം, ഞാൻ ക്യാപ്സിക്കം ഫുൾ എടുക്കുന്നില്ല കേട്ടോ, കൂടിയ ഭാഗം മാറ്റി വെച്ചിരിക്കുക. നല്ല വലിപ്പമുള്ള ക്യാപ്സിക്കം ആയിരുന്നു. അപ്പോൾ അതും ഒരു ഇത്രേ എടുത്തിട്ടുള്ളൂ. അതും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
നമ്മുടെ കട്ടിംഗ് പ്രോഗ്രാം എല്ലാം ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണേ. ഇനി നമുക്ക് നമ്മുടെ നൂഡിൽസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇത് ചൂടായി വരുന്നുണ്ട്. ആ സമയം തന്നെ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണേ ഒഴിച്ച് കൊടുക്കുന്നത്. അതൊന്ന് റെഡി ആവണം. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഗാർലിക്കാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഒണിയനും കൂടെ. ഇനി നമുക്ക് ഗാർലിക് ഇട്ട് കൊടുക്കാം. ഗാർലിക്ക് ചോപ്പ് ചെയ്തതായിരിക്കണം. ആ കൂട്ടത്തിൽ തന്നെ ആ സ്പ്രിംഗ് ഒണിയൻ്റെ ആ റൂട്ട് പാർട്ട് ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് റെഡിയാക്കണം. ഇനി നമ്മുടെ വേഗം കഴിയണേ, കാരണം നമ്മുടെ അധികം ടൈമൊന്നും ഇല്ല. ചിക്കന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ചിക്കനും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് സോട്ടാവണം. നന്നായിട്ട്, അതായത് ചിക്കൻ നമ്മൾ ബോയിൽ ചെയ്തേ ഉള്ളൂ, അതൊരു ചെറിയൊരു ഫ്രൈ ആയിട്ട് വരണം. അപ്പോഴാണ് നമ്മുടെ നൂഡിൽസ് കഴിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്രൈ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ, കുറച്ച് നല്ല ഡ്രൈ ആയിട്ട്, അതായത് ബോയിൽ ചെയ്ത് ചിക്കൻ്റെ ഫ്ലേവർ മാറി. ഇനി ഇതൊന്ന് സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കണം. ആ മുട്ട രണ്ടും ഒന്ന് ചിക്കി എടുക്കണം. ഈ സമയം ഞാൻ കുറച്ച് ഉപ്പ് ആ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പെപ്പറും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് റെഡിയാക്കുന്നുണ്ട്. ഇന്ന് വിശന്നപ്പോൾ എനിക്ക് തോന്നി നൂഡിൽസ് കഴിക്കണമെന്ന്. അങ്ങനെയാണ് നൂഡിൽസിൻ്റെ വെളിയിലേക്ക് കയറിയത്. ഒന്ന് ചോറ് വേണ്ടാന്ന് തോന്നി. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അവിടെ എല്ലാം എന്താ ഇത് സെറ്റായിട്ടുണ്ട്, എല്ലാം വറന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടി അങ്ങ് ഇട്ട് കൊടുത്ത്, അത് ഓവറായിട്ട് വഴലണ്ട, നമുക്കതിൻ്റെ കളറൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, കളറുള്ള ക്യാപ്സിക്കം ഇടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് നമ്മുടെ പച്ച ക്യാപ്സിക്കം തന്നെ ധാരാളമാണ്. ഞാൻ പച്ച അരിഞ്ഞില്ല എന്ന് ഓർത്തില്ലായിരുന്നു, അതും കൂടെ വേണമായിരുന്നു. ഞാൻ ഇത് രണ്ടും കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഗ്രീൻ കളറിൻ്റെ കാര്യം ഓർത്തില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. അതായത് കനം കുറച്ചാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് സോട്ടാകുമ്പോൾ തന്നെ നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കണം. ആ കൂട്ടത്തിൽ നമുക്ക് ഉപ്പും ചേർക്കണം. ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത്തിരി കുരുമുളകും, നന്നായിട്ട് അതിനകത്ത് കിടന്ന് ഹൈ ഫ്ലെയിം ആയിരിക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. ഞാൻ ഇനി ഇതിനകത്തേക്ക് ഒരു കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ കളറൊന്ന് ചേഞ്ച് ആകും. ലാസ്റ്റ് ഞാനൊരു ഇത്തിരി ഷുഗറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പ്രിംഗ് ഒണിയനും കൂടെ നമുക്കിടാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഓഫ് ചെയ്ത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവേ. നൂഡിൽസ് ഞാൻ കഴിക്കാനുള്ള പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ്. നമുക്കിത് സ്നാക്കായിട്ടോ ഡിന്നറിനോ ലഞ്ചിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരൈറ്റമാണിത്. അതായത് എപ്പോഴാണോ വിശപ്പ് തോന്നുന്നത് ആ ടൈമിൽ നമുക്കിത് കഴിക്കാം. നൂഡിൽസിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ നൂഡിൽസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുതേ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ
അഭിപ്രായം അറിയിക്കണം കേട്ടോ. താങ്ക് യു. Please like, share, and subscribe Shaji's Kitchen Malabar.